നമസ്കാരം. ആധുനിക യുഗമെന്ന് വീമ്പ് നടിക്കുമ്പോഴും ഇന്നും നമ്മുടെ റോഡുകളും ഇടവഴികളും തെരുവ് നായകൾ കൊണ്ട് നിറഞ്ഞവയാണ്. ഏകദേശം 2 ആഴ്ച മുമ്പാണ് ആ കുഞ്ഞിനെ ഒരു നായ ഓടിച്ചു എന്ന് ആ വീട്ടുകാർ അറിയുന്നത്. എന്നാൽ പേടി കൊണ്ടോ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കാത്തത് കൊണ്ടോ ആവും അവനത് വീട്ടിൽ പറയാതിരുന്നത്. വീട്ടിൽ പറയാതെ പോയ ആ വാക്കിന് അവന്റെ കുരുന്ന ജീവനോളം വിലയുണ്ട് ഇന്ന്. പേവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിയുന്ന 9 വയസ്സുകാരന് വേണ്ടി ഒരു നാട് മുഴുവനും പ്രാർത്ഥനയോടെയും കണ്ണുകളോടെയും കാത്തിരിക്കുകയാണ്. 2 ആഴ്ച മുമ്പ് സൈക്കിളിൽ പോകുമ്പോൾ തെരുവുനായി ആക്രമിച്ച വിവരം കുട്ടി വീട്ടിൽ പറഞ്ഞില്ല. ചാരുമൂട് സ്വദേശിയാണ് കുട്ടി. പനി ബാധിച്ചതിനെ തുടർന്ന് നൂറനാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പരിശോധിച്ചപ്പോഴാണ് പേവിഷബാധയുടെ ലക്ഷണം കണ്ടത്. തുടർന്ന് തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. തെരുവുനായ കുട്ടിയെ ആക്രമിക്കാൻ ശ്രമിക്കുകയും സൈക്കിളിന്റെ ടയർ കടിക്കുകയും ചെയ്തിരുന്നു. കുട്ടി താഴെ വീണപ്പോൾ തുടയിൽ ചെറിയ പോറലുണ്ടായി. ഇതിനിടെ നായയുടെ നഖം കുട്ടിയുടെ കാലിൽ കൊണ്ടതായാണ് നിഗമനം. കുട്ടിക്ക് പേവിഷബാധയുടെ ലക്ഷണം കണ്ടതോടെ വീടുമായി സഹകരിച്ചവർക്കും കുട്ടി പഠിക്കുന്ന സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും ആരോഗ്യ വകുപ്പ് അധികൃതർ പേവിഷ പ്രതിരോധ കുത്തിവയ്പും നൽകിയിരുന്നു. സൗന്ദര്യത്തിനും സംസ്കാരത്തിനും പേരുകേട്ട കേരളം വർദ്ധിച്ചു വരുന്ന തെരുവ് നായ്ക്കളുടെ എണ്ണത്തോടെ പൊതുസുരക്ഷ ആശങ്ക അഭിമുഖീകരിക്കുന്നുണ്ട്. സമീപകാല സംഭവങ്ങൾ ജനങ്ങളുടെ, പ്രത്യേകിച്ച് കുട്ടികളുടെ സുരക്ഷയ്ക്കായുള്ള ഫലപ്രദമായ പരിഹാരങ്ങളുടെ ആവശ്യകതയ്ക്ക് അടിവരയിടുന്നതാണ്. കണ്ണൂരിൽ 2023 ജൂൺ 11 ഒരു കൂട്ടം തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ 11 വയസ്സുള്ള ഓട്ടിസം ബാധിച്ച ഒരു ആൺകുട്ടി കൊല്ലപ്പെട്ടു. ഒരു നിസ്സഹായ ജീവനെടുത്ത ഈ ദാരുണ സംഭവം ഏറെ ചർച്ചാ വിഷയമായിരുന്നു. ഇത് പൊതുരോഷത്തിന് കാരണമാവുകയും കർശനമായ മൃഗനിയന്ത്രണ നടപടികൾ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ വീണ്ടും സമാന സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. ദിവസങ്ങൾക്ക് മുമ്പ് മലപ്പുറത്തെ സമാനമായ സംഭവം CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞിരുന്നു. അവിടെ 3 സ്കൂൾ വിദ്യാർത്ഥിനികളെ ആക്രമാസക്തരായ തെരുവ് നായ്ക്കൾ പിന്തുടരുന്നതായി കാണാനാകും. ഭാഗ്യവശാൽ പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ സംഭവം സമൂഹത്തിൽ ഇതോടെ പ്രത്യേകിച്ച് കുട്ടികളുടെ സുരക്ഷയെ സംബന്ധിച്ചുള്ള ഭയത്തെയാണ് ഉയർത്തിക്കാട്ടുന്നത്. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ സുപ്രധാന ഘടകമായ ടൂറിസം വ്യവസായത്തെയും തെരുവ് നായ പ്രശ്നം ബാധിക്കുകയാണ്. താമസക്കാർക്കും സന്ദർശകർക്കും സുരക്ഷിതമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് ഫലപ്രദമായ മാനേജ്മെന്റ് കണ്ടെത്തേണ്ടതിന്റെ പ്രാധാന്യം ഇത് അടിവരയിടുകയാണ്. കമ്മ്യൂണിറ്റി വന്യകരണ ക്യാമ്പുകളും ദത്തെടുക്കൽ ഡ്രൈവുകളും പോലുള്ള സംരംഭങ്ങളിൽ പ്രാദേശിക മുനിസിപ്പാലിറ്റികളും മൃഗസംരക്ഷണ സംഘടനകളും സഹകരിക്കേണ്ടതുണ്ട്. മൃഗങ്ങളോടുള്ള അനുകമ്പ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം തന്നെ തെരുവ് നായ്ക്കളുടെ എണ്ണം ശരിയായ തോതിൽ നിയന്ത്രിക്കുക എന്നതാണ് ഈ ശ്രമങ്ങൾ ലക്ഷ്യമിടുന്നത്. സുസ്ഥിരമായ പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിന് തുടർച്ചയായ നിരീക്ഷണം, ചർച്ചകൾ, മൃഗസംരക്ഷണ നിയമങ്ങളുടെ ശക്തമായ നിർവഹണം, ഫലപ്രദമായ നിയന്ത്രണ നടപടികൾ എന്നിവ അത്യാവശ്യമാണ്. അത്തരം ശ്രമങ്ങളിലൂടെ മാത്രമേ കേരളത്തിന് അതിന്റെ മൃഗങ്ങളുടെ ക്ഷേമം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാവർക്കും സുരക്ഷിതമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ.